ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഓഫീസ് തർക്കത്തിൽ നിന്ന് പിന്നോട്ടടിച്ച് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് 3-4 മാസം നിലവിലെ കെട്ടിടത്തിൽ തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്ന് ശ്രീലേഖ പറഞ്ഞു. ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് MLA ഓഫീസിലെത്തി പ്രശാന്തിനെ കണ്ടതിന് പിന്നാലെയാണ് ശ്രീലേഖ ആവശ്യത്തിൽ മയപ്പെട്ടത്. മേഡമാണ് വിവാദമുണ്ടാക്കിയതെന്ന് പ്രശാന്ത് ശ്രീലേഖയോടായി പറഞ്ഞു. തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് ശ്രീലേഖയും പ്രതികരിച്ചു. രാവിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് സന്ദർശിച്ച ശേഷവും MLA ഓഫീസ് ഒഴിയണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു ശ്രീലേഖ. പിന്നീട് ആവശ്യത്തിൽ മയപ്പെടുത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ പൂർണ്ണാവകാശം തിരുവനന്തപുരം കോർപ്പറേഷനാണെന്നും യാചനാസുരത്തിലാണ് പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതെന്നുമായിരുന്നു ശ്രീലേഖ പറഞ്ഞത്. പ്രശാന്ത് അടുത്ത സുഹൃത്താണ്. മകന്റെ വിവാഹം മണ്ഡപത്തിൽ നിന്ന് നടത്തി തന്നത് പ്രശാന്താണ്. സഹോദര തുല്യൻ. ഓഫീസ് കെട്ടിടം സംബന്ധിച്ച് സംസാരിക്കാൻ പലതവണ പഴയ നമ്പറിൽ പ്രശാന്തിനെ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. ഇരിക്കാൻ സ്ഥലമില്ലെന്നും ഓഫീസ് മാറിത്തരാൻ പറ്റുമോ എന്നും പിന്നീട് ഫോണിൽ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും മാധ്യമങ്ങളോട് എന്ത് പറയുമെന്നായിരുന്നു മറുപടി. MLA ക്വാർട്ടേഴ്സിലേക്ക് മാറുമല്ലോ എന്ന് നിർദ്ദേശിക്കുകയും 5 വർഷം തനിക്ക് കൗൺസിലറായി ഇരിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞു. പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നായിരുന്നു മറുപടി. ശ്രീലേഖ വിശദീകരിച്ചു. ഓഫീസ് സംബന്ധിച്ച് കരാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. കോർപ്പറേഷന്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ MLA വാടക കൊടുക്കുന്നതെന്നും ശ്രീലേഖ പറഞ്ഞു. അതേസമയം ഓഫീസ് ഒഴിയില്ലെന്ന നിലപാടിൽ VK പ്രശാന്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ശ്രീലേഖയുടേത് ശുദ്ധമായ മര്യാദകേടാണെന്നുമായിരുന്നു പ്രശാന്ത് പറഞ്ഞത്. ഇന്നലെ വന്ന ശ്രീലേഖ മുൻ മേയറായ നിലവിൽ MLA ആയ ഒരാളെ ഇങ്ങനെ അവഹേളിക്കാമോ എന്നും പ്രശാന്ത് ചോദിച്ചു. ശനിയാഴ്ചയാണ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് കെട്ടിടം തനിക്ക് വേണമെന്നായിരുന്നു BJP കൗൺസിലറായ ശ്രീലേഖയുടെ ആവശ്യം. MLA ഓഫീസ് ഇരിക്കുന്ന കെട്ടിടമാണ് തനിക്ക് സൗകര്യമെന്നായിരുന്നു ശ്രീലേഖയുടെ വാദം. എന്നാൽ വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത് അറിയിക്കുകയായിരുന്നു. തന്റെ കാലാവധി 3 മാസം കൂടി ബാക്കിയുണ്ടെന്ന് MLA മറുപടിയും നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.